പരിശുദ്ധമായ ശഅബാൻ മാസം നമ്മളിൽ നിന്ന് വിട പറഞ്ഞ് വളരെയേറെ ശ്രേഷ്ഠതകളും പുണ്യങ്ങളും നിറഞ്ഞ റമദാൻ മാസം നമ്മളിലേക്ക് കടന്നു വരാൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിൽ എന്നല്ല ജീവിതകാലം മുഴുവനും ഒരൊറ്റ സലാത്ത് നിങ്ങളെ ജീവിതത്തിൽ ചൊല്ലാൻ തയ്യാറാണോ എങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് റൗള കാണാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുകയാണ്. നിങ്ങളെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരികയാണ്. ഈ സ്വലാത്തിന്റെ പേര് പ്രകാശങ്ങളുടെ പ്രകാശം എന്നാണ് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനരായ അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച അത്ഭുതകരമായ സ്വലാത്താണ്. ഏതാണ് ആ സ്വലാത്ത്? എത്ര പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്? എപ്പോഴാണ് ചൊല്ലേണ്ടത്? ആ സ്വലാത്തിന്റെ അർത്ഥം എന്താണെന്ന് വിശദമായി നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, എല്ലാ വിഷമങ്ങളും അകറ്റി തരട്ടെ, ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ സർവ്വ ആഗ്രഹങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും ഇന്നത്തെ ദിവസം സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ പറഞ്ഞവരൊക്കെ കമന്റിൽ ഒന്ന് എഴുതി വിടണം. ആരൊക്കെയാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ശഅബാൻ മാസം വിട പറഞ്ഞ് പരിശുദ്ധമായ വളരെയേറെ ശ്രേഷ്ഠതകളും പുണ്യങ്ങളും നിറഞ്ഞ റമദാൻ മാസം നമ്മളിലേക്ക് കടന്നു വരാൻ ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. മുത്തു മുഅ്മിനീങ്ങള് റമദാൻ മാസത്തിനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ എന്നല്ല ജീവിതകാലം മുഴുവനും പതിവാക്കണ്ട, ചൊല്ലിയിരിക്കേണ്ട അത്ഭുതകരമായ ഒരു സ്വലാത്ത് ഇന്ന് നമ്മൾക്ക് പഠിക്കാം. നമ്മൾക്കറിയാം, സ്വലാത്ത് എന്ന് പറയുന്നത് ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു സൽക്രമമാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്നേഹമുണ്ടോ അവൻ സ്വലാത്ത് ചൊല്ലിയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഏറെ സ്നേഹമുള്ളവർക്ക് സ്വലാത്ത് ചൊല്ലാത്ത ഒരു ദിവസം പോലും കടന്നു പോകുകയില്ല എന്നുള്ളതാണ്. സ്വലാത്ത് ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ റസൂലുള്ളാഹിന്റെ മുഹിബ്ബീങ്ങളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. നമുക്ക് ഒരുപാട് സ്വലാത്തുകൾ അറിയാം. നാരിയത്ത് സ്വലാത്ത് അറിയാം, താജ് സ്വലാത്ത് അറിയാം, ഫാത്തിമിയ സ്വലാത്ത് അറിയാം, സ്വലാത്തുൽ ഫാത്തിഹ അറിയാം. ഇങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ അത്ഭുതകരമായ ഒരു സ്വലാത്താണ് നമ്മൾ പഠിക്കുന്നത്. ഈ സ്വലാത്ത് രചിച്ചത് മഹാനരായ അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു ആണ്. മഹാനരായ അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു ആരാണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ആരിഫീങ്ങളിൽപ്പെട്ടവരാണ്, ഔലിയാക്കളുടെ നേതാവാണ്, കുത്തുബീങ്ങളിൽപ്പെട്ട മഹാനാണ്. ധാരാളം കറാമത്തുകൾ കാട്ടിയ വലിയ ഒരു മഹാൻ തന്നെയാണ് മഹാനരായ അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു. ഹബീബായ തങ്ങളോട് ഏറെ പ്രിയം വെച്ചുകൊണ്ട് ഏറെ സ്നേഹം പുലർത്തിക്കൊണ്ടാണ് മഹാനവറുകള് ഈ സ്വലാത്ത് രചിച്ചിട്ടുള്ളത്. ഈ സ്വലാത്തിന്റെ പേര് നൂറുൽ അൻവാർ, പ്രകാശങ്ങളുടെ പ്രകാശം. അതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രകാശങ്ങളുടെ പ്രകാശം എന്നാണ് ഈ സ്വലാത്തിന്റെ പേര് മഹാനരായ അഹ്മദുൽ ബദവി റളിയല്ലാഹു അൻഹു കൊടുത്തിട്ടുള്ളത്. ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് മഹാന്മാര് പറയുന്നുണ്ട്. അതിന്റെ ശേഷം ഈ സ്വലാത്തും അതിന്റെ അർത്ഥവും നമ്മൾക്ക് പഠിക്കാം. സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ ഗുണം, നമ്മളുടെ ഉപജീവന മാർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നൽകും. നമ്മുടെ ജോലിയിലും കച്ചവടത്തിലും സന്താനങ്ങളിലുമൊക്കെ അല്ലാഹു ബറക്കത്തും സന്തോഷവും അഭിവൃദ്ധിയും നൽകുമെന്നുള്ളതാണ്. രണ്ടാമത്തത്, കടബാധ്യത തീരുമെന്നുള്ളതാണ്. ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രയാസമാണല്ലോ കടബാധ്യത. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത പ്രയാസങ്ങള് അത് വീടാൻ ഈ സ്വലാത്ത് മതിയാകുമെന്ന് ഒരുപാട് ഉസ്താദുമാര്, ഒരുപാട് മഹാന്മാര് പറയുന്നതായി കേട്ടിട്ടുണ്ട്, അവര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാനസികമായ ഒരുപാട് പ്രയാസങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകളുണ്ട്. ടെൻഷൻ കാരണം പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. മക്കളെ കെട്ടിച്ച വീട്ടില് സന്തോഷമില്ലാത്തതിന്റെ പേരില്, അമ്മായിമ്മയുടെ സ്വഭാവം മോശമായതിന്റെ പേരിൽ, മക്കളുടെ ഭർത്താക്കന്മാരുടെ സ്വഭാവം മോശമായതിന്റെ പേരിൽ, മരുമക്കളുടെ സ്വഭാവം മോശമായതിന്റെ പേരില്, അതല്ലെങ്കിൽ മക്കളുടെ സ്വഭാവം മോശമായതിന്റെ പേരില്, ജോലി സ്ഥലത്തെ പ്രയാസം
കാരണം ഒരുപാട് ആളുകൾ ടെൻഷൻ അടിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത്തരം മാനസികമായ പ്രയാസങ്ങൾ മാറാൻ ഈ സ്വലാത്ത് നല്ലതാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകൾ രോഗങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിലുള്ള ആളുകളുണ്ട്, ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട്, സഹിക്കാൻ പറ്റാത്ത വേദന കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ സ്വലാത്ത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്. മാത്രമല്ല നമ്മൾ ദുആ ചെയ്യാറുണ്ടല്ലോ, നമ്മളൊക്കെ നമ്മളെ ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി തഹജ്ജുദിന്റെ സമയത്ത്, ളുഹാ സമയത്ത്, വിത്ർ നിസ്കാരങ്ങൾക്ക് ശേഷം നമ്മൾ ദുആ ചെയ്യാറുണ്ടല്ലോ. പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മളുടെ ഈ ദാറുൽ മുബീൻ യൂട്യൂബ് ചാനലിലെ തഹജ്ജുദ് നിസ്കാരത്തിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും, അതുപോലെ വിത്ർ നിസ്കാരത്തിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും, ളുഹാ നിസ്കാരത്തിനെ കുറിച്ചുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് 3 ക്ലാസുകൾ ചെയ്തിട്ടുണ്ട്. കഴിയുന്ന ആളുകളൊക്കെ അത് കയറി കാണണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊക്കെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി പല സമയങ്ങളിൽ വ്യത്യസ്ത ദിവസങ്ങളിലായി ദുആ ചെയ്യുന്നവരാണ്. ദുആ ചെയ്യുന്നതിന്റെ മുമ്പ് ഈ പറയാൻ പോകുന്ന സ്വലാത്ത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിയാൽ നിങ്ങളെ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകും. നിങ്ങൾ എന്താണോ ചോദിച്ചത് അത് അള്ളാഹു നൽകുമെന്നുള്ളതാണ്. മദീനയിൽ പോകണം, ഹബീബായ തങ്ങളുടെ റൗള കാണണം. മുത്തുനബിയുടെ റൗളയിൽ പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയണമെന്നുള്ള ആത്മാർത്ഥ മനസ്സോടെ, നല്ല മനസ്സോടെ ഹബീബായ തങ്ങളെ കാണണം, റൗളയിൽ ചെല്ലണമെന്നുള്ള നിഷ്കളങ്ക മനസ്സോടെ ഈ സ്വലാത്ത് നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഹബീബായ തങ്ങളെ കാവല് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു നിറവേറ്റി തരും. മദീനയിൽ എത്താനുള്ള ഭാഗ്യം അള്ളാഹു നൽകുകയാണ്. ഒരുപാട് മുത്തുമുഅ്മിനീങ്ങളുടെ ആഗ്രഹമാണ് ഹബീബായ തങ്ങളെ റൗളയിൽ പോകണം, ഹബീബായ തങ്ങളെ സ്വപ്നം കാണണം, ഹബീബായ തങ്ങളുടെ റൗളയിൽ പോയി സലാം പറയണം, മഖ്ബൂലും മബ്റൂറുമായ ഉംറ ചെയ്യണം, മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യണമെന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഈ പറയാൻ പോകുന്ന സ്വലാത്ത് നിങ്ങൾ പതിവാക്കിക്കോളൂ. ആത്മാർത്ഥതയോടുകൂടെ ചൊല്ലിക്കോളൂ. നിങ്ങളെ എന്ത് ആഗ്രഹങ്ങളും ജഗന്നിയന്താവായ അള്ളാഹു നിറവേറ്റി തരും. അതിൽ യാതൊരുവിധ സംശയവും വേണ്ട. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതാണ് സ്വലാത്ത്? എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരിൽ അൻവാർ വസിർജിൽ അസ്റാർ വത്രിയാഖിൽ അഗ്യാർ വമിഫ്താഹി ബാബിൽ യസാർ സയ്യിദിനാ മുഹമ്മദിനിൽ മുഖ്താർ വആലിഹിൽ അത്ഹാർ വഅസ്ഹാബിഹിൽ അഖിയാർ അദദ നിഅമില്ലാഹി വഇഫ്ളാലി. ഇത് അത്ഭുതങ്ങളുടെ കലവറയാണ്. ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തണേ ഉമ്മമാരെ, നിസാരമാക്കണ്ട. നിങ്ങളെ പ്രയാസങ്ങൾ മാറുമെന്നുള്ളതാണ്. നൂറ് ശ്രദ്ധിച്ചോ. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരിൽ അൻവാർ വസിർജിൽ അസ്റാർ വത്രിയാഖിൽ അഗ്യാർ വമിഫ്താഹി ബാബിൽ യസാർ സയ്യിദിനാ മുഹമ്മദിനിൽ മുഖ്താർ വആലിഹിൽ അത്ഹാർ വഅസ്ഹാബിഹിൽ അഖിയാർ അദദ നിഅമില്ലാഹി വഇഫ്ളാലി. ഇതിന്റെ കൂടെ ഒന്ന് ചൊല്ലൂ. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരിൽ അൻവാർ വസിർജിൽ അസ്റാർ വത്രിയാഖിൽ അഗ്യാർ വമിഫ്താഹി ബാബിൽ യസാർ സയ്യിദിനാ മുഹമ്മദിനിൽ മുഖ്താർ വആലിഹിൽ അത്ഹാർ വഅസ്ഹാബിഹിൽ അഖിയാർ അദദ നിഅമില്ലാഹി വഇഫ്ളാലി. അല്ലാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ. ഈ മഹത്തായ സ്വലാത്തിന്റെ അർത്ഥം എന്താണ്? അർത്ഥം പറഞ്ഞു സ്വലാത്ത് ചൊല്ലൂ. അപ്പൊ അതിൻ്റെതായ പ്രതിഫലം നമ്മൾക്ക് ലഭിക്കും. എല്ലാവരും ശരിക്കു ശ്രദ്ധിച്ചോ. അല്ലാഹുമ്മ ഞങ്ങളുടെ രക്ഷിതാവേ, സ്വല്ലി അലാ നൂരിൽ അൻവാർ പ്രകാശങ്ങളുടെ പ്രകാശമായ മുത്തുനബിയുടെ മേൽ നീ ഗുണം ചെയ്യണേ. വസിർജിൽ അസ്റാർ രഹസ്യങ്ങളുടെ രഹസ്യമായ മുത്തുനബിയുടെ മേൽ നീ സ്വലാത്ത് ചൊല്ലണേ. വത്രിയാഖിൽ അഗ്യാർ എല്ലാ പ്രയാസങ്ങൾക്കുമുള്ള ഔഷധമായ മുത്തുനബിയുടെ മേൽ നീ ഗുണം ചെയ്യണേ. എല്ലാ പ്രയാസങ്ങൾക്കും അവിടെ പരിഹാരം ഉണ്ട് എന്നുള്ളതാണ്. ആണോ? ഈ സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ഒരു ഗുണം നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു പരിഹാരം നൽകും. വമിഫ്താഹി ബാബിൽ യസാർ ഐശ്വര്യത്തിന്റെ കവാടം തുറക്കുന്ന താക്കോലായ മുത്തുനബി, സർവ്വ ഐശ്വര്യത്തിന്റെയും സർവ്വ റഹ്മത്തിന്റെയും ബറക്കത്തിന്റെയും കാരണക്കാരനാരാ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. മുത്തുനബിയാണ് എല്ലാ ഐശ്വര്യത്തിന്റെയും താക്കോൽ. ആ മുത്തുനബി വിചാരിക്കാതെ നമ്മൾക്ക് ബറക്കത്ത് ലഭിക്കൂല, അള്ളാന്റെ റഹ്മത്ത് ഉണ്ടാകൂല, ഒരു ഐശ്വര്യവും
നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവൂല. അതുകൊണ്ടാണ് പറയുന്നത് വമിഫ്താഹി ബാബിൽ യസാർ, ഐശ്വര്യത്തിന്റെ കവാടം തുറക്കുന്ന താക്കോലായ മുത്തുനബിയുടെ മേൽ നീ ഗുണം ചെയ്യണേ. അതായത് സയ്യിദിനാ മുഹമ്മദിനിൽ മുഖ്താർ, ഞങ്ങളുടെ നേതാവായ മുത്തുനബിയുടെ മേൽ വ ആലിഹിൽ അത്തുഹാർ, അതുപോലെ പരിശുദ്ധമായ നബിയുടെ കുടുംബത്തിന്റെ മേലും നീ ഗുണം ചെയ്യണേ. വ അസ്ഹാബിൽ അഖിയാർ, ഉത്തമരായ സഹാബത്തെ കിറാമിന്റെ മേലിലും നീ ഗുണം ചെയ്യണേ. അദദ നിഅമില്ലാഹി വൈഫുലാലി, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെയും ഔദാര്യങ്ങളുടെയും എണ്ണമറ്റ കണക്കനുസരിച്ചുകൊണ്ട്. ഇതാണ് ഈ സ്വലാത്തിന്റെ അർത്ഥം. ഈ അർത്ഥം കൂടി മനസ്സിലാക്കിയിട്ട് ഈ സ്വലാത്തങ്ങൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ അർത്ഥത്തിൽ പറഞ്ഞ ഗുണങ്ങളൊക്കെ അള്ളാഹു നമ്മളെ ജീവിതത്തിൽ നൽകുകയാണ്. ആണോ? ഈ സ്വലാത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് പ്രയാസങ്ങൾക്കുള്ള ഔഷധം. എല്ലാ പ്രയാസങ്ങൾക്കും അവിടെ പരിഹാരമുണ്ട്, അവിടെ മരുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ. എപ്പോഴാണ് ഈ സ്വലാത്ത് ചൊല്ലേണ്ടത്? കഴിയുന്ന ആളുകളൊക്കെ എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ഒരു 7 പ്രാവശ്യമോ അതല്ലെങ്കിൽ ഒരു 11 പ്രാവശ്യമോ 100 പ്രാവശ്യമോ ചെല്ലുക. അതല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു 100 പ്രാവശ്യം, ഒരു 11 പ്രാവശ്യം, ഒരു 3 പ്രാവശ്യം കണക്കനുസരിച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഇതിന്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അതിൽ യാതൊരുവിധ സംശയമല്ല. സാധുവായ എന്റെ ജീവിതത്തിൽ പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്വലാത്ത് ചൊല്ലുമ്പോ ശ്രദ്ധിക്കണം, നല്ല മനസ്സോടെ നല്ല ഇഖ്ലാസോടുകൂടെ സ്വലാത്ത് ചൊല്ലണം. നല്ല ഹൃദയ സാന്നിധ്യത്തോടുകൂടെ ഹബീബായ തങ്ങൾ ഖൽബിൽ വേണം. മുത്തുനബിയുടെ ആ പച്ച കുബ്ബ, ആ റൗള നമ്മളെ ഖൽബിൽ ഉണ്ടാകണം. മുത്തുനബിയുടെ മഹത്വം നമ്മളെ ഖൽബിൽ ഇങ്ങനെ നിറഞ്ഞു തുളുമ്പണം. എന്നിട്ടാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്. അതുപോലെ തന്നെ ഉളു എടുത്തിട്ടായിരിക്കണം നമ്മൾ സ്വലാത്ത് ചൊല്ലേണ്ടത്. എണ്ണത്തെക്കാൾ ഉപരി ഹൃദയ സാന്നിധ്യത്തിനെയാണ് പരിഗണിക്കുക. നമ്മൾ ഒരുപാട് സ്വലാത്തിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് സ്വലാത്ത് ചൊല്ലി ഹൃദയത്തിൽ മുത്തുനബി ഇല്ല, ഹൃദയത്തിൽ റൗളയില്ല, മുത്തുനബിയുടെ ആ മഹത്വം നമ്മളെ ഖൽബിലില്ല, എന്നാ സ്വലാത്ത് ചൊല്ലിയിട്ട് കാര്യമില്ല. ഒരാൾ 3 സ്വലാത്തേ ചൊല്ലുള്ളൂ, പക്ഷെ അവന്റെ ഖൽബിൽ മുത്തുനബി ഉണ്ട്, ആ റൗളയുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിന്റെ ഫലം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും. 1,00,000 ചൊല്ലിയതിനേക്കാൾ പ്രതിഫലം അള്ളാഹു അവനിക്ക് കൊടുക്കും. മുത്തുനബിയുടെ തിരുനോട്ടം അവനിക്ക് ലഭിക്കും. കാരണം എന്താ? 1,00,000 ചൊല്ലിയ ആള് വെറുതെ ഇങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ടുള്ളൂ, അവന്റെ ഹൃദയത്തിൽ ഒരു സാന്നിധ്യമല്ല, മുത്തുനബി എന്നല്ല, മുത്തുനബിയുടെ മഹത്വം അവന്റെ ഹൃദയത്തിലില്ല, റൗള അവന്റെ ഹൃദയത്തിലില്ല. പിന്നെ എങ്ങനെയാവും സ്വലാത്തില്ല? സ്വലാത്ത് ചൊല്ലുമ്പോൾ മുത്തുനബി ഖൽബിൽ വേണം. അള്ളാഹു ചൊല്ലാല ഭാഗ്യം നൽകട്ടെ. ഹബീബായ തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങൾ അകറ്റിത്തരണേ റഹ്മാനെ. ഈമാൻ നൽകണേ അല്ലാഹ്. പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മുടെ ചാനലിൽ വിശാലമായ ദിക്ർ ദുആ മജ്ലിസ് നടക്കാറുണ്ട്. ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് നല്ല ഫലം ലഭിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ സന്തോഷ വാർത്ത പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങളും അതിൽ പങ്കെടുക്കുക, പുണ്യം നേടുക. 6 മണിക്ക് കൃത്യമായി പങ്കെടുക്കാൻ പ്രയാസം ഉണ്ടാവും. രാവിലെ 6 മണിക്ക് നിങ്ങൾ പല മജ്ലിസുകളിലും പങ്കെടുക്കുന്നവരായിരിക്കും. നിങ്ങളെ തിരക്കുകളൊക്കെ ഒഴിഞ്ഞിരിക്കുന്ന സമയത്തെങ്കിലും ആ മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അള്ളാഹുവിന്റെ പ്രത്യേക കാബിൽ നൽകട്ടെ. ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم. السلام عليكم ورحمة الله وبركاته.